ദളിത് അവസാന ഭാഗം. അന്ന് വൈകുന്നേരം 5 ലക്ഷം രൂപ ചെക്ക് കുഞ്ഞുണ്ണി അമ്മയുടെ കയ്യിൽ കൊടുത്തു. അമ്മേ, ഇത് നമ്മുടെ വീടിന്റെ. ദേവിക്ക് കരഞ്ഞു. വേണ്ട മോനെ, വേണം അമ്മേ, ഇത് നിയമം തന്നത്. ജോളിമാഷ് പറഞ്ഞു. മോനെ, നീ പ്രതികാരം ചെയ്തില്ല, നീ നീതി നടപ്പാക്കി, അതാണ് വലുത്. രാത്രി സ്റ്റേഷൻ. കുഞ്ഞിന് ഡയറിയിൽ എഴുതി. ഇന്ന് കോടതി വിധി വന്നു. 3 വർഷം ശിക്ഷ, 5 ലക്ഷം രൂപ പിഴ. അയാളുടെ പ്രായം മാനിച്ചു. ഞാൻ പ്രതികാരം ചെയ്തില്ല, ഞാൻ നിയമം നടപ്പാക്കി. ഞാൻ ദളിതനായിരുന്നു, ഇന്ന് ഞാൻ നിയമമാണ്. യൂണിഫോം അഴിച്ചിട്ടു, പക്ഷെ നെഞ്ചിലെ തീ അണയില്ല. കോടതി പടികൾ ഇറങ്ങി. ASP കുഞ്ഞുണ്ണി, പിന്നിൽ അച്ഛൻ, അമ്മ, കല്യാണി. കയ്യിൽ 5 ലക്ഷത്തിന്റെ ചെക്ക്. എവിടെ പോകാം? കല്യാണി ചോദിച്ചു. കുഞ്ഞുണ്ണി ചിരിച്ചു. വീട്ടിലേക്ക്. പക്ഷെ അതിനു മുന്നേ മാഷിന്റെ നാട്ടിലേക്ക് പോകണം. ജീപ്പ് തിരിഞ്ഞു. ജോളി മാഷിന്റെ നാട്ടിലേക്ക്. ജീപ്പിന്റെ പിന്നിൽ എല്ലാവരും. അമ്മ ദേവകി കരഞ്ഞു. മാഷില്ലായിരുന്നെങ്കിലും. രാഘവൻ തലയാട്ടി. അവൻ ദൈവമാണ്. ദേവകി ആ ചെക്ക് എടുത്തു. മാഷേ, ഇത് നിങ്ങൾക്ക്. എന്തിനാ? മാഷ് ഞെട്ടി. നിങ്ങളാണ് ഞങ്ങളെ വളർത്തിയത്, ഈ പണം നിങ്ങളുടെ. മാഷ് കൈ പിൻവലിച്ചു. വേണ്ട ദേവകി, എന്റെ മോൻ ജയിച്ചാൽ മതി. കല്യാണി മാഷിന്റെ അടുത്ത് ചെന്നു. മാഷേ, എന്നെ പഠിപ്പിക്കുമോ? എന്ത് കുട്ടി? ലോ, നിയമം. മാഷ് ചിരിച്ചു. പഠിപ്പിക്കാം, എന്റെ പോലീസിന്റെ അനിയത്തിയും. വൈകുന്നേരം പറമ്പത്ത് എല്ലാവരും കൂടിയിരുന്നു. രാഘവൻ, ദേവകി, മാഷ്, കുഞ്ഞുണ്ണി, കല്യാണി. പഴയ കാലം പറഞ്ഞു. പട്ടിണി, കരച്ച്, ഓട്ടം. രാത്രി ഭക്ഷണം കഴിഞ്ഞു. കുഞ്ഞുണ്ണി എഴുന്നേറ്റ് നിന്നു. ഞാനൊരു കാര്യം പറയട്ടെ? എല്ലാവരും നോക്കി. എന്റെ ജീവിതത്തിൽ 2 അച്ഛന്മാരുണ്ട്. ഒരാൾ ജനിപ്പിച്ചത്, മറ്റൊരാൾ ജീവിപ്പിച്ചത്. അവൻ മാഷിനെ ചൂണ്ടി. മാഷ് കരഞ്ഞു. രാഘവനും കരഞ്ഞു. രാത്രി 9 മണി. പോകാം, കുഞ്ഞുണ്ണി പറഞ്ഞു. ജീപ്പിൽ കയറി. മാഷ് ഗേറ്റ് വരെ വന്നു. മോനെ, പറ മാഷേ. നാടിനെ നോക്ക്, നിയമത്തെ നോക്ക്. മാഷേ. ജീപ്പ് നീങ്ങി. പിന്നിൽ മാഷ് കൈവീശി നിന്നു. കുഞ്ഞുണ്ണി ജനലിലൂടെ നോക്കി. കണ്ണ് നനഞ്ഞു. ഡയറിയിൽ എഴുതി. ഇന്ന് ഞങ്ങൾ തിരിച്ചു മാഷിന്റെ നാട്ടിലേക്ക് പോയി. കോടതി കഴിഞ്ഞു, ജയിച്ചു. പക്ഷെ ഏറ്റവും വലിയ ജയം ഇതാണ്. മാഷിന്റെ മുഖത്ത് ചിരി. ജീപ്പ് പോയി. മഴ തുടങ്ങി. ജോളി മാഷിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു. അമ്പഴക്കാട് പഴയ ഓലമേഞ്ഞ കുടിൽ. പക്ഷെ ഇന്ന് അത് കൊട്ടാരം പോലെ. 5 ലക്ഷം പിഴ പണം കൊണ്ട് പുതിയ മേൽപ്പൂര, ചെറിയൊരു ഹോൾ എന്നവർ കണക്കൂട്ടി. രാവിലെ ചായ, അമ്മയുടെ കൈപ്പട പുട്ട്. വൈകുന്നേരം പറമ്പ്. എല്ലാവരും കൂടി. രാഘവൻ, ദേവകി, കുഞ്ഞുണ്ണി, കല്യാണി. ചിരി, കഥ, മഴയുടെ ശബ്ദം. 3 വർഷത്തെ പട്ടിണിക്ക് ശേഷമുള്ള സ്വർഗം. ഒരു ദിവസം വീട്ടിലെ ആളുകൾ. ASPയുടെ അനിയത്തിയല്ലേ? പയ്യൻ എഞ്ചിനീയർ ആണ്, കോഴിക്കോട്. കല്യാണിക്ക് വിവാഹാലോചന വന്നു. ഏട്ടൻ പോലീസ് ആയതുകൊണ്ട് തന്നെ നാട്ടുകാർ പറഞ്ഞു. കുടുംബം നല്ലതാണ്, പെൺകുട്ടി നല്ലതാണ്. ആലോചന ഉറപ്പിച്ചു. കല്യാണി നാണിച്ചു ചിരിച്ചു. അന്ന് രാത്രി കുഞ്ഞുണ്ണി അനിയത്തിയെ നെറ്റിയിൽ ഉമ്മ വെച്ചു. നീ സന്തോഷമായി ജീവിക്കു കുട്ടി, ഏട്ടൻ ഇല്ലാതെ പറ്റുമോ? ഞാൻ കൂടെ ഉണ്ടാകും. 1 മാസം കഴിഞ്ഞു. രാത്രി 10 മണി. ഫോൺ മുഴങ്ങി. ജോളിമാഷ്. കുഞ്ഞുണ്ണി എടുത്തു. മാഷേ. മറുവശത്ത് ശബ്ദം തളർന്നു. മോനെ, നാളെ വാ. എന്തു പറ്റി മാഷേ? കുഞ്ഞുണ്ണിയുടെ നെഞ്ചടിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ ജീപ്പ് മാഷിന്റെ മുറ്റത്തെത്തി. ചെറിയ കട്ടിൽ. ജോളിമാഷ് കിടക്കുന്നു. വയസ്സായി, തളർന്നു. പക്ഷെ കണ്ണിൽ തെളിച്ചം. വന്നോ മോനെ? മാഷ് ബലഹീനായി കൈനീട്ടി. ഒരു പേപ്പർ. ഇത് നോക്കു മോനെ. കുഞ്ഞുണ്ണി വാങ്ങി നോക്കി. ബിൽ സ്ഥലപത്രം. അവൻ വായിച്ചു. എന്റെ കണ്ണടഞ്ഞാലും എന്റെ ഈ കാണുന്ന സ്വത്തെല്ലാം എന്റെ മകൻ ASP കുഞ്ഞുണ്ണിക്കുള്ളതായിരുന്നു. ഞാൻ എഴുതി വെച്ചു. കുഞ്ഞുണ്ണി ഞെട്ടി. മാഷേ. അവൻ പേപ്പർ തിരിച്ചു കൊടുത്തു. മാഷേ, വേണ്ട. മാഷ് കാരണമാണ് ഞാൻ ഈ നിലയിലെത്തിയത്. പണം വേണ്ട, സ്വത്ത് വേണ്ട. മാഷ് ജീവിച്ചാൽ മതി. മാഷ് അവന്റെ കൈ പിടിച്ചു. ഇല്ല മോനെ, നിനക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചതല്ല, നീ സമ്പാദിച്ചതാണ്. നിന്റെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം. കുഞ്ഞുണ്ണി കരഞ്ഞു. മാഷേ, ഞാൻ എന്തു ചെയ്യും? ജീവിക്കും മോനെ. മാഷ് ചിരിച്ചു. നാടിനു വേണ്ടി ജീവിക്ക്. അന്ന് തന്നെ വക്കീലിനെ വിളിപ്പിച്ചു. എല്ലാം മാഷ് കുഞ്ഞുണ്ണിന്റെ പേരിൽ എഴുതി വെച്ചു. വീട്, പറമ്പ്, കുറച്ച് പണം. ഇത് നിന്റെ അവകാശം മോനെ. വൈകുന്നേരം കുഞ്ഞുണ്ണി മാഷിന്റെ കൈ പിടിച്ചു ഇരുന്നു. മാഷ് പോകരുത്. ഞാൻ പോകില്ല മോനെ, മാഷ് പറഞ്ഞു. ഞാൻ നിന്റെ നെഞ്ചത്ത് ജീവിക്കും. പുറത്ത് മഴ തുടങ്ങി. അകത്തൊരു മകൻ കരയുന്നു. ഡയറിയിൽ. ഇന്ന് മാഷിനെ വിളിപ്പിച്ചു. എല്ലാം എനിക്ക് എഴുതി തന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മാഷ് കേട്ടില്ല. മാഷാണ് എന്റെ ദൈവം. ജോളിമാഷ് കുഞ്ഞുണ്ണിയോട് പറഞ്ഞു. ഞാൻ നിന്റെ കൂടെ വരും മോനെ. അങ്ങനെ മാഷിനെയും കൂടെ കൂട്ടി അമ്പഴക്കാട്ടെ ഓലക്കുടിലേക്ക്. രാഘവൻ, ദേവകി, കുഞ്ഞുണ്ണി, കല്യാണി, ജോളിമാഷ്. 5 പേർ, ഒരു കുടുംബം. രാവിലെ എല്ലാവരും കൂടി ചായ കുടിക്കും. വൈകുന്നേരം മുറ്റത്ത് കഥ പറയും. പട്ടിണി കിടന്ന വീട് ഇന്ന് ചിരിയുടെ വീട്. മാസങ്ങൾ പോയി. മോനെ, നിനക്ക് കല്യാണം ആലോചിക്കാം, അമ്മ പറഞ്ഞു. കുഞ്ഞുണ്ണി ചിരിച്ചു. ആലോചിക്കാം അമ്മേ, പക്ഷെ ഒരു നിബന്ധന. അവൻ പറഞ്ഞു. പണക്കാരുടെ വീട്ടിലെ പെണ്ണ് വേണ്ട, ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ മതി. എന്നെപ്പോലെ പട്ടിണി അറിഞ്ഞ കുട്ടി. എല്ലാവരും മിണ്ടാതെ കേട്ടു. ആലോചന വന്നു. തൃശ്ശൂർ അടുത്ത് ഒരു കർഷകന്റെ മകൾ. പേര് അനിത. +2 കഴിഞ്ഞു. പാവം, ചിരിക്കുന്ന മുഖം. കുഞ്ഞുണ്ണി കണ്ടു. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി. മതി, അവൻ പറഞ്ഞു. ഇവൾ തന്നെ. അനിതയുടെ വീട്ടുകാർ കരഞ്ഞു. ASPക്ക് ഞങ്ങളുടെ പെണ്ണോ?
കാരണം നിങ്ങളും ഞാനും ഒന്ന് തന്നെ. അന്ന് തന്നെ തീരുമാനിച്ചു, കല്യാണിയുടെയും കുഞ്ഞുങ്ങളുടെയും കല്യാണം ഒരു ദിവസം നടത്തിയാൽ മതിയെന്ന്. ജോളിമാഷ് പറഞ്ഞു. അതാണ് ശരി, ഇരട്ടി മംഗല്യം. വീട് മുഴുവൻ തിരക്കായി. പുതിയ മേൽപ്പുര, പന്തൽ വിളക്ക്, നാട് മൊത്തം ക്ഷണിച്ചു. പോലീസ് വണ്ടി കൊണ്ട് ക്ഷണക്കത്ത് കൊടുത്തു. ആ ദിവസം വന്നു. മേളം, ചെണ്ട, ഒരു വേദി, 2 മുഹൂർത്തം. ഒരു വശത്ത് കല്യാണിയും എഞ്ചിനീയറും, മറുവശത്ത് കുഞ്ഞുണ്ണിയും അനിതയും. ജോളിമാഷ് രണ്ടുപേരുടെയും താലിയെടുത്ത് കൊടുത്തു. കൈ വിറച്ചു, കണ്ണു നിറഞ്ഞു. ജീവിക്കു മക്കളെ, സന്തോഷമായി ജീവിക്ക്. നാട് മൊത്തം സദ്യ വന്നു. തമ്പുരാൻ പോലും വന്നു. തല താഴ്ത്തി. ക്ഷമിക്കും മോനെ. വേണ്ട, കുഞ്ഞുണ്ണി പറഞ്ഞു. നമ്മൾ ഇനി ഒന്നാണ്. കല്യാണം കഴിഞ്ഞു. അനിത വീട്ടിൽ വന്നു. കല്യാണി ഭർത്താവിന്റെ വീട്ടിൽ പോയി. പക്ഷേ എല്ലാ ഞായറാഴ്ചയും എല്ലാവരും കൂടും ഈ ഓലക്കൊടിവിൽ. രാവിലെ ജീപ്പ്, യൂണിഫോം, സ്റ്റേഷൻ, നാട്, നീതി. വൈകുന്നേരം വീട്ടിൽ അനിത, അമ്മ, അച്ഛൻ, മാഷ്. രാത്രി മുറ്റം. കുഞ്ഞുണ്ണി ആകാശം നോക്കിയിരിക്കും. അനിത ചോദിക്കും, എന്താ ആലോചിക്കുന്നത്? എന്റെ സ്വപ്നം. അവൻ ചിരിക്കും. പാവപ്പെട്ടവന് നീതി, ദളിതന് മാന്യത, നാടിന് സമാധാനം. ഒരു ദിവസം മാഷ് പറഞ്ഞു, മോനെ ഞാൻ പോകാറായി. കുഞ്ഞുണ്ണി പരിഭ്രാന്തനായി. അല്ല മാഷേ. പേടിക്കേണ്ട, മാഷ് ചിരിച്ചു. ഞാൻ പോയാലും നിന്റെ കൂടെ ഉണ്ടാവും, നീ ചെയ്യുന്ന ഓരോ നീതിയിലും. വർഷങ്ങൾ പോയി. കുഞ്ഞുണ്ണി SP ആയി, പിന്നെ DIG ആയി. പക്ഷെ അമ്പഴക്കാട്ടെ കുടിൽ വിട്ടില്ല. അനിത, 2 മക്കൾ, കല്യാണി കുടുംബം, അച്ഛൻ, അമ്മ, ജോളി മാഷ് അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വൃദ്ധനായ കുഞ്ഞുണ്ണി അവസാനമായി ഡയറി തുറന്നു. എഴുതി, ഞാനൊരു ദളിതനായിട്ട് ജനിച്ചു. എന്നെ കള്ളനാക്കി, വീട് കത്തിച്ചു. ഞാൻ പഠിച്ചു, ഓടി, തോറ്റു, ജയിച്ചു. ഞാൻ IPS ആയി. ഞാൻ തിരിച്ചു വന്നു, നീതി നടപ്പാക്കി. ഞാൻ മാഷിനെ കൂടെ കൂട്ടി. ഞാൻ പാവപ്പെട്ട ഒരു പെണ്ണിനെ കെട്ടി. ഞാൻ അനിയത്തിയെ കെട്ടിച്ചു. ഞങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞു. ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങളുമായി സന്തോഷത്തിൽ കഴിഞ്ഞു പോയി. പേന വെച്ചു ജനലിലൂടെ നിലാവ്. കഥ അവസാനിച്ചു.